ഞാൻ തൃപ്പൂണിത്തറക്കാരനാണ് ജയിക്കെ. 5 വർഷം എം സ്വരാജ് ഞങ്ങളുടെ MLA ആയിരുന്നു. ഒരു MLA എന്ന രീതിയിൽ എത്രമാത്രം വലിയ പരാജയമാണെന്ന് നേരിട്ടറിയാവുന്ന ആളാണ് ഞാൻ. PS പക്ഷത്തും പിണറായി പക്ഷവും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ പിണറായി പക്ഷത്തിൽ നിന്ന് നിലമ്പൂര് മത്സരിച്ച് അവിടുത്തെ ഏരിയ കമ്മിറ്റിയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ആള് കൂടിയല്ലേ സ്വരാജ്. ശ്രീ ജെയ്സി തോമസ് പറഞ്ഞൊരു കണക്ക് എന്ന് പറയുന്നത് 11-16 9,116 കോടി രൂപയാണ് ആകെ സാമൂഹ്യക്ഷേമ പെൻഷനുമായി വിതരണം ചെയ്തത്. അത് ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് 35,000 കോടി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു സർക്കാർ രേഖയാണ് എങ്കിൽ അതിൽ പിന്നെ തർക്കമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാഹചര്യം. കാരണം കൊടുത്തതിന്റെ എത്രയോ ഇരട്ടി 5 വർഷങ്ങളുടെ ഇടവേളയ്ക്കുള്ളിൽ LDF സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. അങ്ങനെ ഒരു കണക്ക് മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രതിരോധിക്കാൻ സാധിക്കുക? മറ്റൊന്ന്, ഇപ്പോൾ നിലമ്പൂരിൽ പിന്നാക്ക മേഖലയിലുള്ളത് എന്ന് നമ്മൾ സർക്കാർ രേഖകളിൽ എഴുതി ചേർത്തിരിക്കുന്ന മനുഷ്യർ ധാരാളമുള്ള മേഖലയാണ്. അവിടെയാണ് അദ്ദേഹം പറയുന്നത് ആ വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്, അവരെ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടല്ലേ ഉള്ളൂ, നിങ്ങൾ ആക്രമിച്ചിട്ടല്ലേ ഉള്ളൂ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. മധു, എനിക്ക് അത് ആവശ്യമായ സമയം തന്നെ. ഒന്ന്, ജെയ്സി തോമസും മൈക്കിൻ്റെ കോളാമ്പിയുടെ കാര്യമുണ്ട്. അങ്ങ് ഇത്രമാത്രം അസ്വസ്ഥനാവരുത്. ഞാനത് പറഞ്ഞത് ഈ കുട്ടിക്കലാശത്തെ സംബന്ധിച്ച് മാധു ചോദിച്ചപ്പോൾ ആ മൈക്കിൻ്റെ വാട്സിൻ്റെ ഇതിലല്ല രാഷ്ട്രീയം തീരുമാനിക്കുന്നത്, മാധുവിനാണ് പറഞ്ഞത്. എനിക്കൊന്ന് ജയിക്കിന് വല്ലാതെ കുറ്റബോധം മനസ്സിൽ കിടക്കുന്നുണ്ട്, അത് പുള്ളിയെക്കുറിച്ചാണ് ആ പറഞ്ഞത് എന്നുള്ളത് ബോധമുണ്ട്. അതുകൊണ്ട് അതങ്ങ് തിരുത്തുക, ഞാനതെല്ലാം ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ കാര്യം, ഞാൻ എം സ്വരാജിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 15 ദിവസം നിലമ്പൂരുണ്ടായതുകൊണ്ട് എം സ്വരാജിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടാവും. മാർത്തോമാ കോളേജിലെ തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ടാവും. ജയിക്ക് അതിനേക്കാൾ നല്ലതായിട്ട് ഞാൻ 5 വർഷം ഞാൻ തൃപ്പൂണിത്തറക്കാരനാണ് ജയിക്കെ. 5 വർഷം എം സ്വരാജ് ഞങ്ങളുടെ MLA ആയിരുന്നു. ഒരു MLA എന്ന രീതിയിൽ എത്രമാത്രം വലിയ പരാജയമാണെന്ന് നേരിട്ടറിയാവുന്ന ആളാണ് ഞാൻ. കണക്ക് വെച്ച് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സമ്മതിക്കാം. ഇനി ഞാൻ സമ്മതിക്കണ്ട. നിങ്ങൾ എന്തിനായിരുന്നു തൃപ്പൂണിത്തറ മുൻ ഏരിയ സെക്രട്ടറി CN സുന്ദരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? എന്തിനാണ് നിങ്ങൾ പുറത്താക്കിയത്? അതോടൊപ്പം എത്രയോ അധികം നേതാക്കന്മാരെ മാറ്റി നിർത്തിയത്. അവരിൽ പലരും കോൺഗ്രസിലേക്ക് വന്നു. CN സുന്ദരനെ കഴിഞ്ഞ സമ്മേളനകാലത്താണല്ലോ തിരിച്ചെടുത്തിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് പോയത്. എന്തിനാ 2021 നിങ്ങൾ പുറത്താക്കിയത്? ഈ എം സ്വരാജിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരില്ലേ? അപ്പൊ എവിടെ നിലമ്പൂരിൽ നിന്ന് തൃപ്പൂണിത്തുറ വന്ന് മത്സരിച്ച് 5 വർഷം കൊണ്ട് വിമത പ്രവർത്തനത്തിന്റെ ഭാഗമായി അവസാനം ആ വിമത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പരാജയപ്പെടുത്തപ്പെട്ടു എന്ന്, അതുകൊണ്ടൊന്നും അല്ല പരാജയപ്പെട്ടു എന്നുള്ള വസ്തുത ഞാൻ വേണേൽ പറയാം. അപ്പൊ നിങ്ങളുടെ പാർട്ടിക്ക് പോലും അനഭിമതനായിരുന്ന ആള് എം സ്വരാജിനെ ഞാൻ വിമർശിച്ച നിങ്ങളെന്തിനെ എത്രമാത്രം കുറ്റപ്പെടുന്നത്? പിന്നെ അങ്ങ് ലോക്കൽ കമ്മിറ്റി മെമ്പർ അദ്ദേഹം VS പക്ഷത്തും പിണറായി പക്ഷവും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ പിണറായി പക്ഷത്തിൽ നിന്ന് നിലമ്പൂര് മത്സരിച്ച് അവിടുത്തെ ഏരിയ കമ്മിറ്റിയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ആള് കൂടിയല്ലേ സ്വരാജ്. അപ്പൊ നിങ്ങൾ ഈ മഹത്വം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിൽക്കാലം ഞാൻ പഠിച്ചിട്ടുണ്ട്. ജയിക്ക് പഠിച്ചിട്ട് വേണം അത് പറയാൻ, അല്ലെങ്കിൽ സെൽഫ് ഗോൾ ആയി പോകും എന്ന് മാത്രം ഞാനങ്ങനെ ഓർപ്പിക്കട്ടെ.